ദൈവത്തിന് നിന്റെ ജീവിതത്തെക്കുറിച്ചും നിന്നെക്കുറിച്ചുമുള്ള പദ്ധതികൾ നീ ചിന്തിക്കുന്നതിനും ഒത്തിരി അപ്പുറമാണ്. അനുഗ്രഹത്തിന്റെ പദ്ധതികൾ, ദൈവം വിശാലമായ വലിയ പദ്ധതികൾ ദൈവം നമുക്ക് ഓരോരുത്തർക്കുമായി ഒരുക്കിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഹ്രസ്വദൃഷ്ടിക്കാരെ ചെറിയ കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് കർത്താവ് ചില മേഖലകളിൽ നമുക്ക് തോന്നുന്നു പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുകയാണല്ലോ. കാരണം നമ്മുടെ മനസ്സെപ്പോഴും ചില കാര്യങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുക. എന്നാൽ ഈശോ ഇന്ന് നിന്നോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിന്റെ വിശാലതയെ കാണുക. ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായും വിശാലമായും സൃഷ്ടിച്ച ദൈവം നിന്നെ നോക്കി പറയുകയാണ്, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഞാനിങ്ങനെ ഈ പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തൊക്കെ പോയി വീഡിയോ എടുക്കാനുള്ള കാരണം ഇതാണ്. കാരണം ദൈവത്തിന്റെ സൃഷ്ടി വൈഭവം നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ ശുശ്രൂഷയിൽ ഉടനീളം ഈശോ ശിഷ്യന്മാരെയൊക്കെ കൂട്ടി ജനങ്ങളെയൊക്കെ മലയുടെ മുകളിലേക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കർത്താവ് കൊണ്ടുപോകുമായിരുന്നു. കാരണം എന്താ? ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടത്തേക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ വിശാലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് വലുതാണ്. അപ്പൊ ഇന്ന് ചില സഹനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർത്തോളുക, ഒത്തിരി നാളെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി, ചില കാര്യത്തിനകത്ത് ഇങ്ങനെ പിടിച്ച് അത് നടക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. പക്ഷെ ഇന്ന് ആ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി വലുതാണെന്നും വിശാലമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. ആ പദ്ധതിക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുത വഴികൾ നമുക്ക് മുൻപേ തുറക്കും. ചിലപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ട് മാറി നിൽക്കേണ്ട ചില മേഖലകൾ, ചിലപ്പോൾ ഇന്ന് കടന്നു പോകുന്ന ചില സഹനത്തിനകത്തുനിന്ന് നമ്മൾ പുറത്തു വരുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതികളിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടായിരിക്കും. എപ്പോഴും ഓർത്തോളുക, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഇത്ര വിശാലമായി മനോഹരമായി സൃഷ്ടിച്ച ദൈവം നിന്നെ നോക്കി പറഞ്ഞതാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. റോമ 8:28 നമ്മൾ കാണുന്നു, സകലതും അവിടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കാതുകൾ കേട്ടിട്ടില്ലാത്തത്, മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയാത്തത് നിനക്കായി അവിടുന്ന് ഒരുക്കിയിട്ടുമുണ്ട്. 1 കൊരിന്ത്യർ 2:9. ഇന്ന് ആ ദൈവത്തിന്റെ വലിയ നന്മകളെ, ആ വിശാലതയെ ദർശിച്ചുകൊണ്ട്, ചിലപ്പോൾ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ചില വിഷയത്തിനകത്ത് ഉത്തരം ലഭിക്കാതെ വേദനിച്ച് ആയിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, കർത്താവ് ഒരുക്കിയത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ അത് പെർമനന്റ് ആയിരിക്കും, അത് വലിയ നിറവായിരിക്കും. നമ്മൾ തന്നെ പറയും, ഇത് ദൈവത്തിന്റെ ഒരു കരുണ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ നന്മകൾ, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കുവാൻ ഇടയായി തീരുന്നത്. എല്ലാം ദൈവത്തിന്റെ കരുണയും നന്മയും ഒന്നുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ. നമ്മൾ എന്തായാലും, അതാ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 15 10 വാക്യമാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. അതിനകത്ത് പൗലോസ് പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ഇത് നമുക്കും പറയാം, നമ്മൾ എന്തായിരിക്കുന്നു, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഓരോ അവസ്ഥകളും ഇതെല്ലാം ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക്, അവിടുത്തെ പദ്ധതികളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം വലിയ വഴികളും വാതിലുകളും നമ്മുടെ മുൻപിൽ തുറക്കും. വിശ്വസിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സമാധാനത്തിലായിരിക്കും ഏത് സാഹചര്യത്തിലും. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നിട്ട് പോകും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും കർത്താവിന്റെ സമാധാനം നമ്മളെ ഭരിക്കട്ടെ, നമ്മൾ വാഴട്ടെ. അതാണ് നമ്മൾ കർത്താവിന്റെ വചനത്തിൽ കാണുന്നത്, ലേഖനത്തിൽ കാണുന്നത്. ക്രിസ്തുവിന്റെ ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ.